ലക്ഷ്യബോധമുള്ള കുഞ്ഞു തവള. ഒരിക്കൽ ഒരു കൂട്ടം തവളകൾ വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന 2 തവളകൾ അബദ്ധത്തിൽ ആഴമുള്ള ഒരു കുഴിയിൽ വീണു. മറ്റുള്ള തവളകളെല്ലാം കുഴിക്കു ചുറ്റും കൂടി. കുഴി എത്രത്തോളം ആഴമുള്ളതാണെന്ന് കണ്ടപ്പോൾ അവ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, "നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. ഈ കുഴിയിൽ നിന്ന് പുറത്തു കടക്കുക അസാധ്യമാണ്. ശ്രമമുപേക്ഷിച്ചോളൂ." കുഴിയിൽ വീണ 2 തവളകളും തങ്ങളുടെ സർവ്വശക്തിയുമെടുത്ത് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മുകളിൽ നിന്നുള്ള തവളകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, "വെറുതെ കഷ്ടപ്പെടണ്ട, നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല." കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു തവള മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുകയും ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു. ആ തവള നിരാശയോടെ അവിടെ തന്നെയിരുന്നു. എന്നാൽ രണ്ടാമത്തെ തവള തന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ തവണയും കൂടുതൽ ശക്തിയോടെ അത് മുകളിലേക്ക് ചാടി. മുകളിലുള്ള തവളകൾ വീണ്ടും വിളിച്ചു പറഞ്ഞു, "എന്തിനായി കഷ്ടപ്പാട്? നിനക്കൊരിക്കലും സാധിക്കില്ല." പക്ഷേ ആ തവള കൂടുതൽ ആവേശത്തോടെ ചാടാൻ തുടങ്ങി. ഒടുവിൽ ഒരു വലിയ ചാട്ടത്തിലൂടെ അത് കുഴിക്ക് പുറത്തെത്തി. തവള പുറത്തെത്തിയപ്പോൾ മറ്റുള്ളവർ അതിശയിച്ചുപോയി. അവർ ചോദിച്ചു, "ഞങ്ങൾ പറയുന്നത് നീ കേട്ടില്ലേ? രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഞങ്ങൾ ഇത്രയധികം പറഞ്ഞിട്ടും നീ എങ്ങനെയാണിത് ചെയ്തത്?" അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. മുകളിലിരുന്ന് തവളകൾ ആംഗ്യം കാണിച്ചപ്പോൾ അവർ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് ആ തവള കരുതിയത്. ആ പ്രോത്സാഹനമാണ് തനിക്ക് പുറത്തെത്താൻ കരുത്ത് നൽകിയതെന്ന് അത് വിശ്വസിച്ചു. ഈ കഥ നൽകുന്ന ഗുണപാഠം: നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളൊരു വലിയ കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിനക്കിത് സാധിക്കില്ല എന്ന് പറയുന്ന ഒരുപാട് പേർ ചുറ്റുമുണ്ടാകും. അത്തരം നെഗറ്റീവ് വാക്കുകൾക്ക് നേരെ ചെവി അടച്ചുപിടിക്കുകയും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ ഏത് വലിയ പ്രതിസന്ധിയും നമുക്ക് മറികടക്കാൻ കഴിയും. ലക്ഷ്യബോധമുള്ള ഒരു കുഞ്ഞു തവളയുടെ കഥയിൽ നിന്നുള്ള ചില കാര്യങ്ങളാണിന്ന്. സംഭവം ഇതാണ്: 2 തവളകൾ ഒരു വലിയ കുഴിയിൽ വീണുപോയി. പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ വാക്കുകൾ അവരുടെ ശ്രമത്തെ എങ്ങനെയാണ് ബാധിച്ചത്? അതാണ് ഈ കഥയുടെ കാതൽ. ഒന്നാമത്തെ കാര്യം, വാക്കുകൾ കൊണ്ടല്ലോ, അതിന് ഭയങ്കര ശക്തിയാണ്. കുഴിക്കു മുകളിൽ നിന്ന തവളകൾ "നിങ്ങളെക്കൊണ്ട് പറ്റില്ല" എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ടപ്പോ ഒരു തവളയുടെ ആത്മവിശ്വാസം പോയി. അത് ശ്രമം നിർത്തിക്കളഞ്ഞു. കണ്ടില്ലേ, വാക്കുകൾക്ക് എത്രത്തോളം തളർത്താൻ പറ്റുമെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, കാഴ്ചപ്പാടിന്റെ പ്രാധാന്യമാണ്. മറ്റേ തവളയുണ്ടല്ലോ, അത് കൂടുതൽ വാശിയോടെ ശ്രമിച്ചു. അവസാനം പുറത്തെത്തി. അപ്പോൾ അതിന്റെ രഹസ്യമെന്താന്നോ? അതിന് ചെവി കേൾക്കില്ലായിരുന്നു. മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തിയത് അവരെന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന പാവം കരുതിയത്. ആ ഒരു തെറ്റിദ്ധാരണ അതിന് കൂടുതൽ ശക്തി കൊടുത്തു. അവസാനമായി, ഇത് നമ്മളെക്കുറിച്ചാണ്, നമ്മുടെ ആത്മവിശ്വാസത്തെക്കുറിച്ച്. നമ്മളൊരു ലക്ഷ്യത്തിനുവേണ്ടി ഇറങ്ങുമ്പോൾ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും, അല്ലേ? അപ്പോൾ അത്തരം വാക്കുകൾക്ക് നേരെ നമ്മളൊരു ചെവി അടച്ചുപിടിക്കണം. എന്നിട്ട് സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിച്ചു മുന്നോട്ടു പോകണം. ചുരുക്കിപ്പറഞ്ഞാൽ, മറ്റുള്ളവരുടെ നെഗറ്റീവ് കമന്റ്സ് അങ്ങ് അവഗണിച്ച് സ്വന്തം കഴിവിൽ വിശ്വസിച്ചാൽ മതി, ഏത് വലിയ കുഴിയും നമുക്ക് ചാടിക്കടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു കൊച്ചു കഥയെക്കുറിച്ചാണ്. കുട്ടികൾക്കായിട്ടുള്ളൊരു കഥ. ലക്ഷ്യബോധമുള്ള കുഞ്ഞു തവള. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊരു വളരെ ലളിതമായ കഥയാണെന്ന് തോന്നും, ഒരു ഗുണപാഠ കഥ. പക്ഷേ ഇതിൻ്റെ ഓരോ ഭാഗവും നമ്മളൊന്ന് അടർത്തിയെടുത്ത് പരിശോധിക്കുമുണ്ട് മനുഷ്യന്റെ പെരുമാറ്റത്തെയും ചിന്തകളെയും കുറിച്ചുള്ള ചില വലിയ സത്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായും ഈ കഥ നമ്മളെ ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിലേക്കാണ് നേരിട്ട് കൊണ്ടെത്തിക്കുന്നത്. അതായത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് തവളയാണ്? ഒരു പ്രതിസന്ധിയിലകപ്പെട്ട് താഴേക്കിടക്കുന്നവനോ അതോ മുകളിൽ നിന്ന് താഴെയുള്ളവരെ നോക്കി വിളിച്ചു പറയുന്നവനോ? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥയുടെ ഉള്ളറകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. കൊള്ളാം, അതൊരു നല്ല തുടക്കമാണ്. അപ്പോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ: ഒരു കൂട്ടം തവളകള് കാട്ടിലൂടെ പോകുന്നു. പെട്ടെന്ന് 2 അബദ്ധത്തിൽ ആഴമുള്ളൊരു കുഴിയിലേക്ക് വീഴുന്നു. ഇതൊരു ക്ലാസിക് തുടക്കമാണ്. ഒരു പ്രതിസന്ധി അവതരിപ്പിച്ചുകൊണ്ട് കഥ തുടങ്ങുന്നു. അതെ, ഇവിടെ മുതലാണ് കഥയുടെ ഒരു മനഃശാസ്ത്രപരമായ തലം ആരംഭിക്കുന്നത്. കാരണം കുഴിയിൽ വീണ തവളകളെ സഹായിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മുകളിൽ നിൽക്കുന്ന തവളകൾ എന്താണ് ചെയ്യുന്നത്? അവർ വിളിച്ചു പറയുകയാണ്, "ഈ കുഴി ഒരുപാട് വലുതാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, വെറുതെ കഷ്ടപ്പെടണ്ട." ഇത് വെറുമൊരു നിരുത്സാഹപ്പെടുത്തലല്ല. ഇതിനെ നോസിബോ ഇഫക്റ്റ് എന്നൊരു പ്രതിഭാസവുമായി നമുക്ക് ബന്ധിപ്പിക്കാം. നോസിബോ ഇഫക്റ്റോ? അത് പ്ലെസിബോ ഇഫക്റ്റിന്റെ നേരെ വിപരീതമാണോ? ഒരു മരുന്ന് ഗുണം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അത് ഫലിക്കുന്നത് പോലെ? കൃത്യം, അതുതന്നെ. ഒരു കാര്യം ദോഷം ചെയ്യും എന്നുള്ള നമ്മുടെ വിശ്വാസം
അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർദ്ദേശം അത് ശരിക്കും നമ്മുടെ ശരീരത്തിലും മനസ്സിലും നെഗറ്റീവായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് നോസീബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓ ശരി ശരി. ഇവിടെ മുകളിൽ നിന്നുള്ള വാക്കുകൾ ഒരു വിഷം പോലെയാണ് പ്രവർത്തിച്ചത്. നിനക്ക് കഴിയില്ല എന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനം അത് ആ കുഴിയിലകപ്പെട്ട ഒരു തവളയുടെ ഉള്ളിലെ അതിജീവനത്തിനുള്ള ഇച്ഛാശക്തിയെ പതുക്കെ പതുക്കെ കാർന്നു തിന്നാൻ തുടങ്ങി. അത് ശരിയാണ്. കാരണം 2 തവളകളും ആദ്യം ഒരേപോലെയാണ് പ്രതികരിച്ചത്. പുറത്തേക്ക് ചാടാനാവുന്നത്ര ശ്രമിച്ചു. പക്ഷേ ഈ നിഷേധാത്മകമായ വാക്കുകൾ ഇങ്ങനെ തുടർച്ചയായി കേട്ടപ്പോൾ ഒരു തവള തളർന്നുപോയി. അത് ശ്രമം ഉപേക്ഷിച്ച് നിരാശയോടെ അവിടെ ഇരുന്നു. അവസാനം മരണത്തിന് കീഴടങ്ങി. അതെ, അതിന്റെ തോൽവി ശരിക്കും ആ കുഴിയുടെ ആഴം കൊണ്ടായിരുന്നില്ല, മറിച്ച് മുകളിൽ നിന്ന് കേട്ട വാക്കുകളുടെ വിഷം കൊണ്ടായിരുന്നു, അല്ലേ? അതെ, അതിന്റെ പോരാട്ടവീര്യം ചോർന്നുപോയി. ഇവിടെയാണ് കഥ നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ ചുറ്റുമുള്ളവരുടെ വാക്കുകൾക്ക് നമ്മളെ തളർത്താനും വളർത്താനും കഴിയും. ശരിയാണ്. ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഇതൊക്കെ നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നവരുടെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുത്താൽ ഒരുപക്ഷെ നമ്മളും ആ ആദ്യത്തെ തവളയെപ്പോലെ ശ്രമം ഉപേക്ഷിച്ചേക്കാം. തോൽക്കുന്നത് കഴിവിന്റെ കുറവുകൊണ്ടാവില്ല, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതുകൊണ്ടാവും. അതെ. അപ്പോ ആ ആദ്യത്തെ തവളയുടെ കാര്യം അവിടെ അവസാനിച്ചു. പക്ഷെ എനിക്ക് കൂടുതൽ കൗതുകം തോന്നിയത് മുകളിൽ നിന്ന തവളക്കൂട്ടത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പെരുമാറിയത്? അത് വെറും ക്രൂരതയാണോ, അതോ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. ഇതിനെ വിശദീകരിക്കാൻ സാമൂഹിക മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നൊരു ആശയമുണ്ട്, ക്രാബ് മെന്റാലിറ്റി. ഞണ്ടിന്റെ സ്വഭാവം? അതെ, ഞണ്ടിന്റെ സ്വഭാവം. ഒരു പാത്രത്തിൽ കുറേ ഞണ്ടുകളെ ഇട്ടാൽ ഏതെങ്കിലും ഒരു ഞണ്ട് മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് അതിനെ താഴേക്ക് വലിച്ചിടും. ആരും രക്ഷപ്പെടരുത് എന്നൊരു ചിന്ത. അതായത് എനിക്ക് നേടാൻ കഴിയാത്തത് മറ്റൊരാളും നേടരുത് എന്ന ചിന്ത. ഒരു പരിധിവരെ അതെ. ചിലപ്പോൾ അത് അസൂയ കൊണ്ടാകാം, അല്ലെങ്കിൽ തങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴുള്ള ഒരു തരം അസ്വസ്ഥത കൊണ്ടാകാം. ആ തവളകൾ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, ഞങ്ങൾ ആരും ഈ കുഴിയിൽ വീണാല് രക്ഷപ്പെടില്ല, അപ്പോൾ ഇവരും രക്ഷപ്പെടാൻ പാടില്ല. അത് ബോധപൂർവമായ ഒരു ക്രൂരതയേക്കാൾ ഒരു കൂട്ടത്തിന്റെ സുരക്ഷിതമല്ലാത്തൊരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമാകാം. ശരിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഹീറോയിലേക്ക് വരാം, രണ്ടാമത്തെ തവളയിലേക്ക്. മുകളിൽ നിന്നുള്ളവർ കൂടുതൽ ഉച്ചത്തിൽ നിർത്തൂ, നിനക്ക് സാധിക്കില്ല എന്നലറുമ്പോഴും ആ തവള തളർന്നില്ല. ഇല്ല. പകരം അത് കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ആവേശത്തോടെ ചാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഒരു വലിയ കുതിപ്പിൽ അത് കുഴിയുടെ പുറത്തെത്തി. ആ നിമിഷം അത് കാണുന്നൊരു കുട്ടിക്ക് മാത്രമല്ല, മുതിർന്നവർക്കും പ്രചോദനം നൽകുന്ന ഒന്നാണ്. തീർച്ചയായും. എന്നാൽ ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. അതെ. പുറത്തെത്തിയ തവളയെ കണ്ട് അത്ഭുതപ്പെട്ട മറ്റുള്ളവർ ചോദിച്ചു, ഞങ്ങൾ പറയുന്നത് നീ കേട്ടില്ലേ? അപ്പോഴാണ് അവർ ആ സത്യം മനസ്സിലാക്കുന്നത്. ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. ബധിരനായിരുന്നു അത്. ഇതാണ് എന്നെ ഈ കഥയിലെ ഏറ്റവും ആകർഷിച്ച ഭാഗം. അവൻ വിജയിച്ചത് കേവലം അവന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല, അല്ല, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുകൂടിയാണ്. കൃത്യം. മുകളിൽ നിന്നുള്ളവരുടെ ആംഗ്യങ്ങളെയും ശബ്ദങ്ങളെയും അവൻ വ്യാഖ്യാനിച്ചത് പ്രോത്സാഹനമായിട്ടാണ്. കമോൺ, നിനക്ക് കഴിയും എന്നവർ പറയുകയാണെന്നവൻ വിശ്വസിച്ചു. ആ വിശ്വാസം. അതെ, ആ വിശ്വാസമാണ് അവന് ഇന്ധനമായത്. അതെ. ഇവിടെ കഥ ഒരു പുതിയ തലം തുറന്നു തരികയാണ്. നമ്മുടെ യാഥാർത്ഥ്യം എന്നത് പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ശരിയാണ്. ഒരേ സാഹചര്യം, ഒരേ ആംഗ്യങ്ങൾ, ഒരേ ശബ്ദങ്ങൾ. അതെ. ഒന്ന് അതിനെ നിരുത്സാഹപ്പെടുത്തലായി കേട്ടു, മരണപ്പെട്ടു. മറ്റൊന്ന് അതിനെ പ്രോത്സാഹനമായി കണ്ടു, വിജയിച്ചു. ഇവിടെയാണ് ആ കാഴ്ചപ്പാടിന്റെ ശക്തി വെളിവാകുന്നത്. ശരിക്കും. പക്ഷേ ഇവിടെ ഒരു അപകടമില്ലേ? എല്ലാ നെഗറ്റീവ് അഭിപ്രായങ്ങളെയും നമ്മൾ ഇതുപോലെ അവഗണിക്കണമോ? ഈ കഥ നൽകുന്ന സന്ദേശം ഒന്നും കേൾക്കണ്ട, സ്വന്തം ഇഷ്ടം മാത്രം നോക്കി മുന്നോട്ടു പോവുക എന്നാണെങ്കിൽ അത് പ്രായോഗികമാണോ? ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിമർശനങ്ങൾ ഗുണകരമായേ കൂടിയില്ലേ? വളരെ ശരിയായ ഒരു പോയിന്റാണ്. ഈ കഥ അതിന്റെ സന്ദേശം ലളിതമാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഉപകരണമാണ് ആ തവളയുടെ ബധിരത, ഒരു മെറ്റഫർ. യഥാർത്ഥ ജീവിതത്തിൽ എല്ലാറ്റിനോടും ചെവി കൊട്ടിയടയ്ക്കുന്നത് ഒരുപക്ഷെ നമ്മളെ അപകടകരമായ ഒരു ഒറ്റപ്പെടലിലേക്ക് നയിച്ചേക്കാം. നമുക്ക് വേണ്ടത് ബധിരതയല്ല,
മറിച്ച് ഒരു ഫിൽട്ടറാണ്. ഫിൽട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിലേക്ക് വരുന്ന അഭിപ്രായങ്ങളെ അരിച്ചെടുക്കാനുള്ള ഒരു കഴിവ്. ഏതാണ് നമ്മളെ തളർത്താൻ വേണ്ടി മാത്രമുള്ള അനാവശ്യ വിമർശനം, ഏതാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ശരി. ആ ബധിരനായ തവളയ്ക്ക് ആ ഫിൽട്ടർ പ്രകൃത്യാ ലഭിച്ചു, കാരണം അവനൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമുക്ക് ആ ഫിൽട്ടർ ബോധപൂർവം വളർത്തിയെടുക്കേണ്ടി വരും. ഒരാൾ നിന്റെ ആശയം മോശമാണ് എന്ന് പറയുമ്പോൾ അത് നമ്മളെ വ്യക്തിപരമായി ആക്രമിക്കാനാണോ അതോ ആ ആശയത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ യഥാർത്ഥ കഴിവെന്നത് ബധിരനാവുന്നതല്ല, മറിച്ചൊരു നല്ല കേൾവിക്കാരനാവുന്നതാണ്. എന്ത് കേൾക്കണം, എന്ത് തള്ളിക്കളയണം എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ഒരു കേൾവിക്കാരൻ. അതെ. ആ തവളയുടെ വിജയം ഒരു തരത്തിൽ പറഞ്ഞാൽ യാദൃച്ഛികമായിരുന്നു. അവന്റെ വൈകല്യം അവന് തുണയായി. പക്ഷേ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് അത്തരം യാദൃച്ഛികതകളെ ആശ്രയിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായും. അതോടൊപ്പം ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? നമ്മുടെ പരിമിതികളെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായി മാറിയേക്കാം. ആ തവളയുടെ ബധിരത ഒരു പരിമിതിയായിരുന്നു, പക്ഷേ ആ പ്രത്യേക സാഹചര്യത്തിൽ അത് അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായി മാറി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു കുറവായി കാണുന്ന കാര്യങ്ങളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാമെന്ന് ചിന്തിക്കാൻ ഈ കഥ പ്രേരിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. ചുരുക്കത്തിൽ നിങ്ങൾ പങ്കുവച്ച ഈ ചെറിയ കഥയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. നോസിബോ ഇഫക്റ്റ് മുതൽ ക്രാബ് മെന്റാലിറ്റി വരെ. കേവലം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക എന്നൊറ്റവരി സന്ദേശത്തിനപ്പുറം മനുഷ്യന്റെ സാമൂഹികവും മാനസികവുമായ തലങ്ങളെ സ്പർശിക്കാൻ ഈ കഥയ്ക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെ നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നു എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും വരാം. ശരി. ഈ കഥ കേട്ടുകഴിയുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്? കുഴിയിൽ വീണ തവളകളെക്കുറിച്ചോ അതോ മുകളിൽ നിന്നവരെക്കുറിച്ചോ? കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ രണ്ട് റോളുകളും മാറി മാറി അഭിനയിക്കാറുണ്ട്. അത് ശരിയാണ്. ചിലപ്പോൾ നമ്മൾ സഹായത്തിനായി കേഴുന്നവരാകാം, മറ്റു ചിലപ്പോൾ മറ്റൊരാളുടെ പരിശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന കാഴ്ചക്കാരാകാം. അതൊരു ശക്തമായ ചിന്തയാണ്. അതായത് മറ്റൊരാൾ അവരുടെ ജീവിതത്തിലെ ഒരു കുഴിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ അവർക്ക് കരുത്തേകുന്ന പ്രോത്സാഹനമാണോ അതോ അവരെ കൂടുതൽ താഴേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന കല്ലുകളാണോ? ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതാണ്. അതെ. കാരണം ആ ബധിരനായ തവളയെപ്പോലെ എല്ലാവർക്കും നെഗറ്റിവിറ്റിയെ അവഗണിക്കാനുള്ള കഴിവുണ്ടായെന്ന് വരില്ല. നമ്മുടെ ഒരു വാക്ക് മതിയാകും ഒരുപക്ഷെ ഒരാളുടെ പരിശ്രമങ്ങളെ ഇല്ലാതാക്കാൻ. ശരിയാണ്. അതിനാൽ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ മാത്രമല്ല, മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങളെ ബഹുമാനിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണ്. വളരെ ശരിയാണ്. ഇത്രയും ആഴത്തിലുള്ളൊരു ചർച്ചയ്ക്ക് വഴിവച്ച് ഈ കഥ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. അടുത്ത തവണ കാണാം.